ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഋതിക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. ക്രിസ്മസ് എക്സാമിൻ്റെ സ്റ്റഡി വ്ളോഗ് ഇടുമോ, സ്റ്റഡി പ്ലാൻ ഇടുമോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ ഇപ്പോൾ യൂണിറ്റ് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ഒരു സാഹചര്യം കിട്ടിയില്ല. അപ്പോൾ ഇന്ന് 23-ാം തീയതി ശനിയാഴ്ച, അപ്പോൾ ലീവുള്ള ദിവസമായിട്ട് ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു സ്റ്റഡി പ്ലാനിൻ്റെ ഒരു വീഡിയോ ഇടാണ്. അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ കലണ്ടറൊക്കെ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഇന്ന് 23, അപ്പോൾ ഇനി 15 ദിവസമുള്ളൂ, 2 ആഴ്ച എന്നൊക്കെ പറയാം. അപ്പോൾ അതിനുള്ളിൽ നമ്മുടെ ക്രിസ്മസ് എക്സാം തുടങ്ങും December 9th. അപ്പോൾ പോർഷൻസൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഏകദേശം 41 ചാപ്റ്റേഴ്സാണ് എല്ലാ സബ്ജക്റ്റിനും കൂടി വരുന്നത്. IT ഒന്നുമില്ലല്ലോ, IT ഇല്ലാണ്ട് ബാക്കി എല്ലാ സബ്ജക്റ്റിനും കൂടെ കൂടിയിട്ട്. അപ്പോൾ 41 കേട്ടപ്പോഴത്തേക്കും നിങ്ങൾ പേടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ലാംഗ്വേജൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ഇംഗ്ലീഷും ഹിന്ദിയും പഠിക്കണം, അതിൽ കുറേ പഠിക്കാനൊക്കെ ഉണ്ട്. മലയാളം മാറ്റി വെക്കാം. മലയാളം ഏകദേശം എല്ലാവർക്കും ഈസി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് അങ്ങനെ ഈസി അല്ല, എന്നാലും നമുക്ക് മലയാളം മാറ്റി വെക്കാം. മലയാളത്തിൽ നിന്ന് ഏകദേശം ഫസ്റ്റിൽ നിന്ന് 6 ചാപ്റ്ററും രണ്ടാമത്തേൽ നിന്ന് മലയാളം സെക്കൻഡിൽ നിന്ന് 3 ചാപ്റ്ററും കൂടിയിട്ട് 9 ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പഠിക്കാനുള്ളത് 32 ചാപ്റ്റേഴ്സാണ്. 32 ചാപ്റ്റേഴ്സിൽ നിങ്ങൾ ഇപ്പോൾ യൂണിറ്റ് ടെസ്റ്റൊക്കെ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് യൂണിറ്റ് ടെസ്റ്റൊക്കെ നടത്തിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത്യാവശ്യം നിങ്ങൾ ഈ ഒരു 32-ന് പകുതി അല്ലെങ്കിലും ഒരു 1/4 ഭാഗം കുറച്ചെങ്കിലും പഠിച്ചിട്ടുണ്ടാവില്ല, പഠിച്ചിട്ടില്ല എന്ന് വെച്ചാൽ. അപ്പോൾ ഇനി അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു 15 ദിവസത്തിനുള്ളിൽ എങ്ങനെ 32 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ 15 ദിവസം എന്ന് പറയുന്നത് അവധിയുള്ള ദിവസമൊന്നുമല്ല, നമുക്ക് സ്കൂളിൽ പോകേണ്ടി വരും. ഇപ്പോൾ സ്കൂളിൽ നിന്ന് ഇപ്പോൾ ലീവ് എടുക്കണം എന്ന് വെച്ചാലും ടീച്ചേഴ്സ് ക്രിസ്മസ് എക്സാമിന് മുമ്പ് എല്ലാ പോർഷൻസും തീർക്കണം എന്നാണല്ലോ. അപ്പോൾ നമുക്ക് ലീവ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പോർഷൻസൊക്കെ മിസ്സാവും. അപ്പോൾ നമുക്ക് എന്തായാലും പോവാതിരിക്കാനും പറ്റില്ല. അപ്പോൾ ഈ ഒരു സ്കൂളിൽ പോകുമ്പോഴും നമുക്ക് എങ്ങനെ പോർഷൻസ് കംപ്ലീറ്റ് ആക്കുക എന്നുള്ള ഒരു ഇങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോഴാണ് എല്ലാ ദിവസത്തിൽ നിന്നും നമുക്ക് എത്ര കിട്ടുന്നുണ്ട് സമയം, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, എന്നിട്ട് എങ്ങനെ പഠിക്കുക എന്നുള്ളത് ഞാനിങ്ങനെ നോക്കിയപ്പോഴാണ് ആ ഒരു ടൈമിൽ ഇങ്ങനെ ചാപ്റ്റേഴ്സ് ഓരോന്ന് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ തീർക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്തതെന്ന് പറയുന്നത് ഒരു ദിവസം നമുക്ക് സ്കൂളിൽ പോകുന്ന ദിവസമാണെങ്കിൽ എത്ര സമയം നമുക്ക് ഫ്രീ സ്കൂളിന് ഒഴിച്ച് ബാക്കി വീട്ടിൽ എത്ര സമയമുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ദിവസം എന്ന് ഞാൻ പറയുന്നത് സ്കൂൾ വിട്ട് വന്നത് തൊട്ട് രാവിലെ സ്കൂളിലോട്ട് പോകുന്നവരെ കേട്ടോ. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്കൂൾ വിട്ട് 4 മണിക്ക് വന്നെന്ന് വെച്ചു, 4 മണി പോട്ടെ 5 മണിക്ക് വന്നെന്ന് വെച്ചു, ട്യൂഷന് വന്നിട്ടായിരുന്നു ഞാൻ പിന്നെ പറയാം കേട്ടോ. അപ്പോൾ 5 മണിക്ക് വന്നു, പിന്നെ എത്ര ടൈം ഉണ്ടെന്ന് എണ്ണി നോക്കിയപ്പോഴത്തേക്കും 5 കഴിഞ്ഞ് 6, 7, 8, 9, 10, 11 വരെ എത്തേക്കും ഒന്ന് പഠിക്കാം. നമ്മൾ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചാലാണ് ക്രിസ്മസിന് മാർക്ക് കിട്ടത്തുള്ളൂ. ആ ഒരു 11 ഞാൻ ഒരു മണിക്കൂർ അങ്ങ് ഒഴിവാക്കാം. 1 മണിക്കൂർ നമുക്ക് ഫുഡ് കഴിക്കാനും ഫാമിലി സ്പെൻഡ് ചെയ്യാനും വേണമെങ്കിൽ ഫോൺ നോക്കാം. ബാക്കി 5 മണിക്കൂറാണുള്ളത്. 5 മണിക്കൂറാണ് നമുക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞ് വൈകുന്നേരം ആ ഒരു 5 മണിക്കൂർ പഠിക്കാനുള്ളത്. ട്യൂഷന് പോകുന്നവർക്ക് എനിക്കറിയത്തില്ല, ഞാൻ എൻ്റെ ഒരു കാര്യമാണ് പറഞ്ഞത്. ട്യൂഷന് പോകുന്നവർ കുറച്ചും കൂടെ ഒന്ന് സമയം ഒന്ന് കുറയ്ക്കണം. പിന്നെയെന്ന് പറയുന്നത് രാവിലെയാണ്. രാവിലെ നമ്മളൊരു നന്നായിട്ട് പഠിക്കണമെങ്കിൽ ഒരു 5 മണിക്ക് എണീക്കുക, അല്ലെങ്കിൽ 5 മണിക്ക് എണീക്കാൻ പറ്റാത്തവർ 6 മണിക്കെങ്കിലും എണീക്കുക. ഞാൻ 5 മണീൻ്റെ കാര്യമാണ് പറയുന്നത്. 5 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ 6, 7, ഞാൻ 7 മണി വരെയാണ് എടുക്കുന്നുള്ളൂ. അപ്പോൾ 2 മണിക്കൂർ കിട്ടും. നിങ്ങൾക്ക് എത്ര സമയം സ്കൂളിൽ പോകാൻ എത്ര ദൂരം ഉണ്ടെന്ന് എനിക്കറിയില്ല, എനിക്ക് ഇവിടുന്ന് കുറച്ചുള്ളൂ. മൊത്തത്തിൽ നമുക്ക് 7 മണിക്കൂറാണ് കിട്ടുന്നത്. അതിൽ നമുക്ക് 1 മണിക്കൂർ കളയാം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്കൂളിൽ നിന്നൊക്കെ ഹോംവർക്ക് തരും, നോട്ട്സൊക്കെ തരും. അപ്പോൾ 1 മണിക്കൂറിൽ നമുക്ക് അതൊക്കെ ചെയ്യാം, പിന്നെ വേണമെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാം. ബാക്കി 6 മണിക്കൂറാണ് നമുക്കുള്ളത്. ആ ഒരു 6 മണിക്കൂർ പകുതിയാക്കിയിട്ട് 3 മണിക്കൂർ ആക്കുക. എന്നിട്ട് ആ ഒരു 3 മണിക്കൂറിൽ നമുക്ക് ഒരു ചാപ്റ്റർ, എനിക്കൊക്കെ 3 മണിക്കൂറൊക്കെ വേണ്ടി വരും. നിങ്ങൾക്ക് 3 മണിക്കൂർ വേണമെങ്കിൽ അത്ര തന്നെ എടുക്കുക. എന്നിട്ട് 3 മണിക്കൂർ അങ്ങനെ 2 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ അങ്ങനെ ഒരു ദിവസം നമുക്ക് 2 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഞാൻ പറയുന്നത് മിനിമം ഒരെണ്ണമെങ്കിലും കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ സോഷ്യലൊക്കെ തന്നെ കുറേ വേണം. അപ്പോൾ അങ്ങനത്തെ സോഷ്യലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും അങ്ങനത്തെ ഒരു വലിയ ചാപ്റ്റർ എടുക്കുക, പിന്നെ ചെറിയൊരു ബയോളജി പോലത്തെ അങ്ങനെ എടുക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് 2 ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമല്ലോ. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ചാപ്റ്റർ വലുത് എടുക്കുകയാണെങ്കിൽ ഒരു ചാപ്റ്റർ നമുക്ക് അത്യാവശ്യം പഠിച്ച് കഴിഞ്ഞ് ചാപ്റ്റർ എടുക്കുക. അപ്പോൾ ഈ 2 ചാപ്റ്റേഴ്സ് നമുക്ക് ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതാണ് ഞാൻ പറയുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ദിവസം 2 ചാപ്റ്റർ വീതം പഠിക്കുകയാണെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ നമുക്ക് ഒരു ദിവസം 2 ചാപ്റ്റർ വെച്ച് പഠിക്കുകയാണെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ 30 ചാപ്റ്റേഴ്സ് കഴിയും. ബാക്കി
അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു ദിവസമൊക്കെ സോഷ്യൽ ഇങ്ങനെ പഠിക്കുമ്പോഴത്തേക്കും ഒരു ദിവസം ഒരു ചാപ്റ്ററൊക്കെ അല്ലേ കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ശനി ഞായറൊക്കെ കിട്ടുമ്പോൾ അത്യാവശ്യം കുറേ മണിക്കൂറുകൾ ഒരു ദിവസം തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനുള്ളിൽ നമുക്കൊരു 3 4 പറ്റുന്നിടത്തോളം പഠിക്കാം. അപ്പോഴത്തേക്കും ഇങ്ങനെ പഠിക്കാൻ പറ്റാത്തതും 32 ആണെങ്കിൽ ആ 2 ചാപ്റ്റേഴ്സൊക്കെ നമുക്കിങ്ങനെ പഠിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു ദിവസം 2 ചാപ്റ്റേഴ്സ് ഇങ്ങനെ പഠിക്കുക. പിന്നെ ശനി ഞായറൊക്കെ കിട്ടുമ്പോൾ നന്നായിട്ട് പഠിക്കുക. പിന്നെ ട്യൂഷന് പോകുന്നതെന്ന് പറയുന്നത് കുറച്ച് വൈകി ഇങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഒരു സമയം എത്ര കിട്ടുന്നുണ്ട് അതിങ്ങനെ ഡിവൈഡ് ചെയ്ത് നമുക്കിങ്ങനെ മാക്സിമം പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് 2 പഠിക്കാൻ പറ്റിയില്ല, 1.5 പഠിക്കുക, എന്നിട്ട് പിറ്റേ ദിവസം ബാക്കി 1.5 പഠിക്കുക. അപ്പോൾ 2 ദിവസം കൊണ്ട് 3 ചാപ്റ്റർ കഴിയുമല്ലോ. പിന്നെ നമുക്ക് ഞായറാഴ്ച ശനിയാഴ്ച കൂടുതലും കൂടെ പഠിച്ചാൽ മതി. ഈ സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്കും 5 തൊട്ട് 6 മണി വരെ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, ഈ ഒരു നമുക്ക് കിട്ടുന്ന സമയത്തിനുള്ളിൽ എന്തൊക്കെ പഠിക്കാം, എങ്ങനെയൊക്കെ പഠിക്കാം എന്നുള്ളതാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ആ ഒരു സമയത്തിൽ നമുക്ക് മാക്സിമം പഠിക്കാം. അപ്പോൾ 2 ചാപ്റ്ററൊക്കെ അങ്ങനെ പഠിച്ച് പോവുകയാണെങ്കിൽ അങ്ങനെ പോർഷൻസൊക്കെ കംപ്ലീറ്റ് ആക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കേട്ടോ ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ ഇതേപോലെ ചെയ്തിട്ട് വർക്കൗട്ട് ആവുന്നുണ്ടോ, എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞ സ്റ്റഡി പ്ലാൻ എങ്ങനെയുണ്ട്, വർക്കൗട്ട് ആവുന്നുണ്ടോ, പോർഷൻസ് കംപ്ലീറ്റ് ആവുന്നുണ്ടോ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ എന്തൊക്കെ വേണം, എങ്ങനത്തെ എന്തെങ്കിലും ടിപ്സോ ട്രിക്സ് എന്തെങ്കിലും വേണം എന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.